അങ്ങനെ നമ്മുടെ ബോച്ചയും ഹണി റോസും തമ്മിലുള്ള വിഷം കേരളത്തിൽ കത്തിപ്പടർന്ന് പന്തലിച്ച് അതിന് തിരശ്ശീല ഏതായാലും വീണു. പുള്ളിക്കാരൻ ജാമ്യം കിട്ടി. അതിനു മുന്നേ ജയിലിൽ പോകുന്ന മുന്നേ പുള്ളിക്കാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ എനിക്കൊന്ന് ഷെയർ ചെയ്യാം. ബിസിനസ് അല്ലേ, അല്ലാണ്ട് ഞാന് അവിടെ ഹണി റോസിനെ കൊടുത്തിട്ട് കുർബാനയെല്ലാം പറ്റും എനിക്ക്. ഞാൻ ഹണി റോസിനെ കൊടുന്നു, അത് മുതലാക്കുക എന്ന് പറഞ്ഞ കച്ചവടം ചെയ്യാനാണ്. ഓർണമെന്റ്സ് ഇട്ട് ഡയലോഗ് അടിച്ച് തമാശ പറഞ്ഞ് ആൾക്കാരിലേക്ക് വൈറലാക്കി എന്റെ സ്വർണം വെക്കണ കച്ചവടമാണ്. അതിനല്ലേ കൊടുന്നത്. പിന്നെന്താന്നറിയാം, ചിലവരുടെ മനസ്സില് ഇപ്പൊ രണ്ട് രീതിയിൽ തോന്നും. ഇപ്പൊ ഉറങ്ങുന്നവരെ തട്ടി ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റും. ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ എന്നിൽ അതൊരു കലയാണ്. മനസ്സിലായില്ലേ? കളിയില്ലാത്തവന്റെ കയ്യിൽ കൊല മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എന്റെ കുഴപ്പമില്ലല്ലോ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം വേറൊന്നുമില്ല. കലയുള്ളവന്റെ കയ്യിൽ കൊലയുണ്ടോ, കൊലയുള്ളവന്റെ കയ്യിൽ കലയുണ്ടോ? ഈ രണ്ടും ഉള്ളത് ആർക്കാണ്? പ്ലീസ് കമന്റ്.